പുഴ കണ്ടിട്ട് എനിക്ക് അകത്തേക്ക് ഇറങ്ങാതെ വയ്യാട്ടോ. അപ്പം നിങ്ങൾക്ക് പുഴേൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ പാട്ടൊക്കെ പാടി അങ്ങനെ നമ്മൾ പുഴയിലേക്ക് ഇത് ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം ഇപ്പം സാഷ്ടാംഗം ഉണ്ട് ഗായ്സ്, നിങ്ങൾ കണ്ടോ? വാവ് ഇതേ. അപ്പം ഞാൻ കയറി ചവിട്ടിയ കല്ല് ഒറ്റ ഇളകി കേട്ടോ. ഞാൻ ഓർത്ത് ഞാൻ മൊത്തത്തോടെ അങ്ങോട്ട് വീഴുമെന്ന്. കാരണം ഈ കല്ല് മൊത്തത്തിൽ കണ്ടില്ലേ ഗായ്സ്, ഇഷ്ടം പോലെ ഈ കല്ലുകളാണ് കേട്ടോ. ഒത്തിരി കല്ലുകളാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വേനലിൻ്റെ സമയത്ത് അടിപൊളിയാണ്. പുഴയൊക്കെ മൊത്തത്തിൽ വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങി നിൽക്കാൻ നമുക്ക് അടിപൊളിയായിരിക്കും കേട്ടോ. ഇഷ്ടംപോലെ മീനുകളും ഉണ്ടാവും, നമുക്ക് കയറി നടക്കാനൊക്കെ പറ്റും, നല്ല രസമായിരിക്കും. ഇപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെള്ളം കയറിയ ടൈമിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, ഡാം മുട്ടാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആറ്റുവഞ്ചിൻ്റെ പൂവൊക്കെ പറിച്ച് തലയിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ മുണ്ടിൻ്റെ ബാക്കിൽ ഇത് നനയുകയും ചെയ്തു കേട്ടോ. എന്ത് ചെയ്യാൻ, എവിടെ പോയാലും ഓരോ അവസ്ഥകൾ നമുക്ക് ഉണ്ടാവാതിരിക്കില്ല. അവസ്ഥകൾ ഉണ്ടെങ്കിലല്ലേ ഗായ്സേ അതിൻ്റെ ഒരു വൈബ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ മമ്മയും മാമാരെയും ചാണിയാണ് എത്തിയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ എന്തായാലും നമുക്ക് പുഴേൻ്റെ അടുത്തുനിന്ന് ഒരു പാട്ടൊക്കെ പാടി വൈബ് അടിച്ചിട്ട് നമുക്ക് നേരെ കളരിയിലേക്ക് വിടാമെന്ന് ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, പൈങ്കിളിൻ്റെ കുറച്ച് ഷോർട്സൊക്കെ ഞാനിത് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കൊച്ചവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാട്ട് അങ്ങോട്ട് പാടിയേക്കാം കേട്ടോ. കാറ്റിലാടിയുലഞ്ഞു ഈ നദീതൻ